മിനിസ്റ്റർ എ.കെ. ശശീന്ദ്രൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. മിനിസ്റ്റർ, ഇന്നലെ നമ്മൾ ഈ സമയത്ത് സംസാരിക്കുമ്പോൾ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഇത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായിരുന്നില്ല. കേരളം കണ്ട ഏറ്റവും അതിദാരുണമായ ഒരു സംഭവമാണ്. അവിടെ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം ഇന്നലെ തന്നെ മിനിസ്റ്റർ അവിടെ എത്തി ഏകോപിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏത് രീതിയിലുള്ള രക്ഷാപ്രവർത്തനത്തിനാണ് നമ്മൾ ആദ്യം മുൻഗണന നൽകുന്നത്? രക്ഷാപ്രവർത്തനം ഇന്നലെ ഏതാണ്ട് ഉച്ചയോടുകൂടി അതിന്റെ ഏറ്റവും ഫുൾ സ്വിംഗിലാണ് വന്നിട്ടുള്ളത്. ഒരു വീഴ്ചയുമില്ലാത്ത രക്ഷാപ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. എല്ലാ സേനകളുടെയും സഹായത്തോടു കൂടിയാണ്, ജനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടു കൂടിയാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ വളരെയധികം ആളുകളെ രക്ഷപ്പെടുത്താനും അവിടങ്ങളിലുള്ള മൃതദേഹങ്ങൾ കണ്ടെത്താനുമുള്ള ശ്രമങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 6 മണി മുതൽ അതിന് തെരച്ചിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ മന്ത്രിമാരായ റവന്യൂ മിനിസ്റ്റർ കെ രാജൻ, PWD മിനിസ്റ്റർ ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവരെല്ലാം ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാം തന്നെ ഇവിടെ ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവലോകനം ചെയ്ത് അതാത് സമയത്ത് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു മികച്ച സംഘാടക സംവിധാനമാണ് ഇവിടെയുള്ളത്. എല്ലാ മേഖലയിലും, ആശുപത്രി ആയാലും, വളണ്ടിയേഴ്സിന്റെ ഭക്ഷണത്തിന്റെ കാര്യമായാലും, പുനരധിവസിക്കപ്പെട്ട ആളുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിലായാലും ഒരു വീഴ്ചയുമില്ലാത്ത പ്രവർത്തനം നടക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഇതുവരെ ആ പ്രവർത്തനങ്ങളെ കുറിച്ച് പരാതിയോ ഒന്നും ഉണ്ടായിട്ടില്ല. പരാതിരഹിതമായി ജനങ്ങളുടെ രക്ഷ ഉറപ്പുവരുത്തുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മിനിസ്റ്റർ, ആ ഏകോപനത്തിൻ്റെ ആ കൂട്ടായ്മയുടെ പ്രതിഫലനം ഇന്നലെ കേരളം മുഴുവൻ കണ്ടതാണ്. ഇന്നലെ രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം നടത്തി നിരവധി ആളുകളെ, കുടുങ്ങിക്കിടന്ന നിരവധി ആളുകളെ നമുക്ക് സുരക്ഷിതമായി ഇപ്പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും നിരവധി ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അവരെ സുരക്ഷിതരായി പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള എന്തൊക്കെ മാർഗങ്ങൾ ഇപ്പോൾ മുന്നിലുണ്ട്? ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ അതിലൊന്നും ഒരു വീഴ്ചയുമില്ലാതെ ചെയ്യാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഞങ്ങൾ പരസ്പരം കൂടിയാലോചിച്ചുകൊണ്ട് കാര്യങ്ങൾ ഓരോ ആവശ്യമായ ഘട്ടത്തിലെല്ലാം കൂടിയാലോചിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംവിധാനമുള്ളത്. ജില്ലാ ഭരണകൂടം വളരെ ഉണർന്നാണ് പ്രവർത്തിക്കുന്നത്. ജില്ലാ കളക്ടർ ഇപ്പോൾ തന്നെ സംഭവ സ്ഥലത്തെത്തിയിട്ട് ഞാനും 5 മിനിറ്റ് കൊണ്ട് സംഭവ സ്ഥലത്തെത്തുന്നതാണ്. ഞങ്ങളെല്ലാവരും കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള എല്ലാ ഏകോപന പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ സൈന്യം അവിടെ എത്തി അവിടെ ഒരു താൽക്കാലിക പാലം ബലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ, കൂടുതൽ വിശാലമായൊരു പാലം നിർമ്മിക്കുന്ന, ബെയിലി പാലം നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ അവിടെ നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ സൈന്യത്തിന് അവിടേക്ക് കടന്നു ചെല്ലാനുള്ള സാഹചര്യം ഒരുക്കുന്നു. ആ രീതിയിൽ ആ പ്രവർത്തനവും നടന്നു വരികയാണ്. ഈ സുരക്ഷിതരായി എത്തുന്ന ആളുകൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു. ഇനിയും എത്രത്തോളം ആളുകളെ കണ്ടെത്താനുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം? ആളുകൾ പറയുന്നത് 211ഓളം ആളുകളെ കണ്ടെത്താനുണ്ടെന്നാണ്. ഇതെല്ലാം പിന്നെ ഏതാണ്ട് ഊഹത്തിന്റെ ഒരു സ്ഥാനത്തല്ല, കൃത്യമായ കണക്ക് ആർക്കും അറിയില്ല. കാരണം അവിടെ എത്ര പേരുണ്ടായിരുന്നു. അവിടെ അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുള്ള ഒരു സ്ഥലമാണത്, റിസോർട്ടുകളുള്ള സ്ഥലമാണത്. അവിടേക്കുള്ള ആളുകളുടെ എണ്ണം സംബന്ധിച്ചൊന്നും പഞ്ചായത്ത് ഭരണകൂടങ്ങൾക്കൊന്നും കൃത്യമായി വിവരമുണ്ടാകാനിടയില്ല അവിടെ. അപ്പോൾ അതൊക്കെ പരിശോധിക്കുന്നതിനുള്ള ഒരു 2ാം ഘട്ടത്തിലേക്ക് അതൊക്കെ പരിശോധിക്കേണ്ടി വരും. ഇതുവരെ കണ്ടെത്തിയ കാര്യങ്ങൾ വെച്ച് ഇനി കണ്ടെത്താനുണ്ടോ അതിനെന്തൊക്കെയാണെന്നുള്ളത് അതിന്റെ 2ാം ഘട്ടമാണ്. ആ 2ാം ഘട്ടം നമ്മൾ ഇന്നത്തെ റിവ്യൂ മീറ്റിംഗിന് ശേഷം 2ാം ഘട്ടത്തിൽ, അല്ലെങ്കിൽ 2ാം ഘട്ടമായി എന്തെങ്കിലും തുടങ്ങാനുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ആ ഘട്ടത്തിലാണ്. മിനിസ്റ്റർ, ഒരു കാര്യം കൂടി, ഈ മണ്ണിനടിയിൽ നിരവധി പേർ ഇപ്പോഴും പുതഞ്ഞു കിടക്കുന്നുണ്ട്. അവരെ കണ്ടെത്തുന്നതിന് നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള ഒരു ശാസ്ത്രീയ മാർഗങ്ങൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? സ്വാഭാവികമായും ആ സംശയത്തിന് അടിസ്ഥാനമുണ്ടല്ലോ, നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ പരിശോധിച്ച് നോക്കിയാലല്ലേ. അപ്പോൾ മുഴുവൻ സ്ഥലവും അരിച്ചു പറക്കി പരിശോധിക്കാനുള്ള കൂടുതൽ സംവിധാനങ്ങൾ എന്താണെന്നുള്ളതാണ് നമ്മൾ കൂടി ആലോചിച്ച് അതുണ്ടാക്കുക. എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. കാരണം എല്ലാ സേനകളുടെയും സേവനം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഒരു സേനയും ഇവിടുന്ന് കൊണ്ടുവരാനില്ല. അവരെല്ലാവരും കൂടെ ആവശ്യത്തിന് ഉതകുന്ന വിധത്തിലുള്ള നമ്പറുണ്ട്. നാമമാത്രമായ നമ്പറല്ല, നല്ല വലിയ സംഘത്തെ തന്നെയാണ് അയച്ചു തന്നിട്ടുള്ളത്. ആ സംഘങ്ങളെല്ലാം ഏകോപനത്തോടു കൂടി പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആശുപത്രിയിലുള്ളവർക്ക് ചികിത്സ ഉറപ്പാക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നന്ദി മന്ത്രി എ.കെ. ശശീന്ദ്രൻ പ്രതികരിച്ചതിന്. അദ്ദേഹം വിശദമായി തന്നെ കാര്യങ്ങൾ പറയുകയായിരുന്നു. കൂട്ടായ ഒരു ഏകോപനത്തിലൂടെയും നാടിൻ്റെ ഒരു കൂട്ടായ്മയിലൂടെയും വലിയ ദുരന്തമുഖത്തെ നമ്മൾ അതിജീവിക്കുകയാണ്. ഒപ്പം തന്നെ ഇനിയും കണ്ടെത്താനുള്ള ആളുകളെ, കുടുങ്ങിക്കിടക്കാനുള്ള ആളുകളെ സുരക്ഷിതരായി ഇപ്പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള എല്ലാ തരത്തിലുള്ള നടപടികളും അവിടെ പുരോഗമിക്കുകയാണ്. രാവിലെ നേരത്തെ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു.